അമൽ നീരദ് സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് വരുന്ന ആളാണ് ദേവദത്ത് ഷാജി. അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമാ സംവിധാന സംരംഭമാണ് ധീരൻ. രാജേഷ് മാധവനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. രാജേഷ് മാധവന് കൂടാതെ അശോകൻ, ജഗദീഷ്, സുധീഷ് തുടങ്ങിയവരെല്ലാം സിനിമയിലുണ്ട്. മനോജ് കെ ജയൻ, എല്ലാവരും വളരെ നന്നായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. ഒരു പുതിയ തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയുടെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് അങ്ങോട്ട് സാധിക്കാത്ത തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു കാരിക്കേച്ചർ ടൈപ്പാണ് എല്ലാ ക്യാരക്ടറും. ഒരു ഫൺ മൂഡിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. ആ സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ധീരൻ എന്ന് പറഞ്ഞ ആ ഒരു സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് രാജേഷ് മാധവനാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ധീരനാണോ അതോ ബിരു ആണോ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഒരു പേര് വന്നു ചേർന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ അവർ സംസാരിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്, നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള പുതുതലമുറയിൽപ്പെട്ട കമിതാക്കളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ആളുകൾക്കിടയിൽ പുതുതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. അത് പഴയ തലമുറക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അത് ഏത് വിധേനയാണ് നമ്മുടെ രാജേഷ് മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ എഫക്റ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു തമാശയുടെ മേമ്പൊടിയോട് കൂടി പറഞ്ഞു പോകുന്ന ചിത്രമാണ് ധീരൻ. ഈ ദേവദത്ത് ഷാജി, ഇതിന്റെ സംവിധായകൻ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അമൽ നീരദ് സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് വരുന്ന വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഏർലിയർ അറ്റംപ്റ്റുകളായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് കണ്ട സമയത്ത് ഒരു വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യേണ്ട സാഹചര്യമുള്ള ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അത്രയും ക്രൗഡിനിടയിൽ അദ്ദേഹം എടുത്ത ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു എപ്പിക്നെസ് കണ്ടപ്പോൾ തന്നെ സിനിമയിലോട്ടുള്ള അദ്ദേഹത്തിന്റെ എൻട്രി വളരെയധികം ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഈ സിനിമ വളരെയധികം വർക്കായ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനോജ് കെ ജയനൊക്കെ നല്ലൊരു രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരമായാലും അദ്ദേഹത്തിന്റെ ചെയ്യുന്ന ജോലിയായാലും എല്ലാം കൊണ്ടും പുതുമയുള്ള തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ മനോജ് കെ ജയന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അശോകന്റെ ക്യാരക്ടർ വളരെ പെക്യുലർ ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു നേച്ചറുള്ള, നമ്മുടെ അയൽവാസിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടു മറന്ന ഒരുപാട് ആളുകളുടെ സ്വഭാവ സവിശേഷതകളും ആ ഒരു ഭാവാഭിനയങ്ങളും എല്ലാം ഒത്തുചേർന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ് അശോകന് കിട്ടിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സിനിമ കഴിഞ്ഞു വരുമ്പോൾ അശോകന്റെ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ പതിയുന്ന തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ എനിക്കൊരു 80 to 90% വർക്കായിട്ടുള്ള ഒരു പുതിയ ചലച്ചിത്രം, അതും ഒരു പുതുമുഖ സംവിധായകന്റെ പുതിയ ചലച്ചിത്രം, അപ്രീഷ്യബിൾ ആയിട്ട് തന്നെ തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് വന്ന സിനിമ കൂടിയാണ് ധീരൻ.